ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് ഉപരോധത്തിൽ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. കടലിലുള്ള റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് എണ്ണ വാങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ ആയിക്കോട്ടെ അമ്രാൻ പറയുന്ന പോലെ തന്നെ ഇനി അമ്രാൻ പറഞ്ഞിട്ട് ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം അമേരിക്കയിൽ നിന്ന് എടുത്തോളാം. നാണവും മാനവും ഉണ്ടോളാ? 56 ഇഞ്ചിന്റെ കൊണയടിച്ചിട്ട് നീക്ക് നാണവും മാനവും ഉണ്ടോ? സ്വന്തം രാജ്യത്തെ കാര്യം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് റമ്മെണ്ണം പണയണം. ഒരു 30 ദിവസത്തിന് വേണമെങ്കിൽ നീ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ തീരുമാനിച്ച് നിന്റെ അണ്ണാക്കി തരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്രാന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഷൂ നക്കുന്നിടം വരെ എത്തിയിട്ടുണ്ട്. ചുമ്മാ അതാണോ ഈ നായിന്റെ മക്കൾക്ക് മഹാത്മാഗാന്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്ര കുരുപൊട്ടാനായിട്ട്? ഇന്നും വെളുത്ത കൂടെയുള്ള സാമാനം താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇവനൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇവനൊന്നും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് ചുമ്മാ കൊണ അടിച്ചുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സായിപ്പിന്റെ സാമാനം താങ്ങി നടക്കുക. ഇനി കേട്ടുകൊള്ളുക. അതായത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഒരു പുകമറ എന്തെന്നാൽ, ഈ ഒരു ഓർഡർ പുറത്തു വന്നപ്പോൾ നമ്മളുടെ രാജ്യം റഷ്യ ആയിട്ട് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണല്ലേ. എന്നാൽ കേട്ടുകൊള്ളുക, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഈവൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് താരിഫുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ അമേരിക്കയായിട്ടുണ്ടായിരുന്നു. അമേരിക്ക 125% താരിഫ് കൂട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോടാവില്ല ട്രംപ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് പോലും കുറവായിരുന്നു, റഷ്യ ആയിട്ടുള്ള ഡീല് കുറവായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നായിരുന്നു. അതായത് നിലവിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉത്തരവുണ്ട്, ഒരു രാജ്യങ്ങളും റഷ്യ ആയിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് എണ്ണ മേടിക്കരുത്, വിൽക്കരുത്, വാങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണ്? റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ നമ്മൾ മേടിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ല, നമ്മൾ റഷ്യ എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിലെ 80% എണ്ണ വ്യാപാരം ഡോളറിലാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടും, ആ ഒരു ഡോളർ അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ട്രാൻസ്ഫർ ആകൂ എന്നുള്ളത് കൊണ്ടും തന്നെ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു മേൽക്കൈയാണ്. മേൽക്കൈ എന്ന് പറഞ്ഞ ഒരു നീരാളിപ്പിടുത്തമില്ല, ഒറ്റ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുകയല്ല, ഒരുപാട് കൈവച്ചിട്ട് ഈ സിസ്റ്റത്തെ വലിഞ്ഞു മുറുക്കിയ പോലെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നിലവിൽ വന്നത് വർഷം 1970 കാലഘട്ടങ്ങളിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൗദി റിയാൽ പോലും അവർക്ക് വേണ്ട. അതാണ് അതിൻ്റെ കോമഡി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡോളർ കൊടുക്കണം, ഡോളർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ കുറ്റമല്ല ഇത്. അങ്ങനെ ആയിപ്പോയി ഈ ലോകത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. ഇങ്ങനെയുള്ള ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയ ഉത്തരവുകൾ നിലവിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഇന്ത്യ അതൊന്നും വകവയ്ക്കാതെ റഷ്യ എന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇവിടെ കുറേമാർ കിടന്ന് ചെലിക്കുന്നത് കമന്റ് ബോക്സിൽ അവിടെ ഇവിടെയൊക്കെ. വട്ടവർ ഇറ്റ് മേ ബി, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്ന റഷ്യ എന്നാണ്. ഇനി ആ ഉത്തരവ് പറയുന്ന പ്രകാരം നമ്മൾ അനുസരിക്കുന്നില്ല, അവർ വീണ്ടും ഒരു ഉത്തരവിറക്കുകയാണ്. ഇതിന്റെ കോമഡി എന്താണെന്നറിയാമോ? ആദ്യത്തെ ഉപരോധം ലോകരാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങളാണ് കേട്ടോ, ലോകരാജ്യങ്ങൾ ആരും തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പാടില്ല. പോടാവുന്ന ഞങ്ങൾ മേടിക്കുന്നു, നമ്മൾ മേടിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത എന്തോ ഉത്തരവിറക്കി, നമ്മളതിനൊരു വില പോലും കൊടുക്കുന്നില്ല. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം? ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ കമന്റ് ചെയ്യുന്ന വ്യക്തികൾക്കോ? നമ്മുടെ രാജ്യം ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങൾ എത്രത്തോളം ഊതിപ്പെരിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ മോശമാക്കുന്ന രീതിയിലൊക്കെ പടച്ചുവിടുന്നത്.